ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8 മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യത്തെ ഒരു കുഞ്ഞു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ എല്ലാവരും കാണും, എല്ലാവരും ലൈക്ക് ചെയ്യും, കമന്റ് കിട്ടും. ഇപ്പോൾ ഒരുപാട് കമന്റ്സ് ഒക്കെ വരും. എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പതിയെ പതിയെ അതെങ്ങനെ മൂവ് ചെയ്യുന്നതേ ഉള്ളൂ. 2024 നിങ്ങൾ ഓർക്കണം. 2024 യൂട്യൂബിൽ തന്നെ യൂട്യൂബിനെ കുറിച്ച് ഇത്രയധികം വീഡിയോസ് ഉള്ളപ്പോൾ അതൊന്നും നോക്കാതെ ജസ്റ്റ് എൻ്റെ ഒരു ഇമാജിനേഷനിൽ വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ആദ്യത്തെ വീഡിയോ ഇട്ട് നമ്മൾക്ക് ഇങ്ങനെ ആലോചിക്കും, ടാഗ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ പോസ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കും എന്തൊക്കെയാണ് വീഡിയോസ് ഇടാനുള്ള കാര്യങ്ങൾ, വ്യൂസ് കൂട്ടാൻ. അപ്പോൾ 1 or 2 നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമുക്കെല്ലാം അതായിരിക്കും വരുന്നത്. അങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് നോക്കി അത് പ്രകാരം നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യും. കുറച്ച് വ്യൂസ് ചില ദിവസം കൂടും, കുറയും. അങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ളവരോടും കൂട്ടുകാരും ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മൾ പറയും നമ്മളെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓരോ ചിലര് സബ്സ്ക്രൈബ് ചെയ്യുമോ, അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ നോക്കിയിരിക്കും. കുറച്ച് ഡേ കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ പറയും, നിങ്ങൾ ഇതിലൊന്നും കളിക്കേണ്ട, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, അതിൽ കൂടെയാണ് നിങ്ങൾ ഈ അനലൈസ് ഒക്കെ നോക്കേണ്ടതെന്ന് പറയും. നമ്മൾ പതുക്കെ അതിലോട്ട് പോകും. എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ ഇങ്ങനെ ചില സബ്സ്ക്രൈബേഴ്സ് വരും, പോവും, വിഷമം, സങ്കടം, സന്തോഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ 8 മാസങ്ങൾക്ക് ഇപ്പുറം 240ഓളം വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. എനിക്ക് വലിയൊരു സംഭവം, വലിയ ഹാപ്പിനെസ് തന്നെയാണ്. 240ലധികം വീഡിയോ. ഇപ്പോൾ കുഞ്ഞു പിള്ളേർ വന്നിട്ട് വരെയും 10ഉം 12ഉം വീഡിയോസ് ചെയ്തിട്ട് 1K അല്ല 2K അല്ല, അവർ ഒരുപാട് വ്യൂസ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അസൂയ തോന്നി. എന്നാലും നമ്മുടെ ചാനലും ചെറുതായിട്ട് ഇങ്ങനെ ഗ്രോ ആയി വരും. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരടുത്ത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാൻ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഡെയിലി വീഡിയോ ഇടുക. ഷോർട്ട് വീഡിയോ ആയാലും ഷോർട്ടാണ് കൂടുതലായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ തരുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കിതുവരെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഞാനിങ്ങനെ നോക്കും യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ എന്നാണ് 1, 2, 3 എന്നിങ്ങനെ വരുമ്പോൾ എന്നെങ്കിലും ഇവിടെ എന്നായിരിക്കും ഒരു 1K വരുന്നത്, അത് കിട്ടുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും ആ സ്ഥാനത്തേക്ക് എനിക്ക് ഒരു 1K കിട്ടി. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ചില കൂട്ടുകാർ വന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട്, തിരിച്ചും കൂട്ടാക്കണേ, അങ്ങനെയാണ്. അപ്പൊ ഞാനൊന്ന് ബാക്കിലേക്ക് നിൽക്കുന്ന കാര്യം, ഞാൻ ഈ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ, വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കും. അതിൽ കണ്ടൊരു അനുഭവം, പക്ഷെ അതെനിക്ക് വളരെ വിഷമം ഉണ്ടാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ട് ഒക്കെ ആ ചേച്ചി പുള്ളിക്കാരി ഇങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ 50 സബ്സ്ക്രൈബേഴ്സാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്താലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആവുള്ളൂ. വാച്ച് അവർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോ കാണൂ. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എനിക്ക് നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് പോകുമ്പോൾ തന്നെ എന്ത് വിഷമമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പ്രശ്നമാവോ വിഷയമാവോ എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ അധികം അങ്ങോട്ടേക്ക് നോക്കാത്തത്. അല്ലാതെ എനിക്ക് തോന്നുന്ന വീഡിയോസൊക്കെ ചെറുതായാലും വലുതായാലും ഒക്കെ ഇടുന്നു. അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ 1Kയും അതൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ വാച്ച് അവർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. നമ്മളെ ഇഷ്ടപ്പെടണം, ലോങ് വീഡിയോസിൽ കുറേ സമയം നമ്മുടെ ആൾക്കാരെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് ഒരു വലിയ ഒരു ടാസ്ക് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.